ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജി വാല 2.0. നമുക്ക് എക്കണോമിക്സിൽ ഒരുപാട് ഗുഡ്സുകളുണ്ട് അല്ലേ. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗീവ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഗീവ് ടു എക്സാമ്പിൾ. വാട്ട് യു മീൻ ബൈ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്, പബ്ലിക് ഗുഡ്, കൺസംഷൻ ഗുഡ്സ്, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ്. ഒരുപാട് മാർക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 9 മാർക്കിനോളം നമുക്ക് ഗുഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് മാത്രം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ്സിൻ്റെ സെക്ഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ? അപ്പോൾ നിങ്ങൾ എക്കണോമിക്സിൽ ഫൈനൽ എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ഒരു 10 ഗുഡ്സോളം ഇതിലുണ്ട്. ഓരോന്ന് എന്താണെന്നും വിത്ത് എക്സാമ്പിൾ അടക്കമാണ് മിസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് ഗുഡ്സുകൾ എന്നുള്ളത്. ഫസ്റ്റ് വൺ നോർമൽ ഗുഡാണ്. എന്താ നോർമൽ ഗുഡ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആർ യൂസ്ഡ് ഇൻ നോർമൽ ലൈഫ് ഓഫ് കൺസ്യൂമർ. നമ്മുടെ ഒരു കൺസ്യൂമറിൻ്റെ നോർമൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ ക്ലോത്ത്, TV, ഇതൊക്കെ നമുക്ക് നോർമൽ ഗുഡ്സ് ആണ്. 1 person to another this may not be normal. അതായത് എനിക്ക് നോർമൽ ഗുഡ് ആയത് വേറൊരാൾക്ക് നോർമൽ ആവണമെന്നില്ല. അതും വേണം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ TV എന്ന് പറയുന്നത് എനിക്കൊരു നോർമൽ ഗുഡ് ആണ്, പക്ഷെ നമ്മളെക്കാൾ നല്ല താഴെക്കിടയുള്ളവർക്ക് അതൊരു നോർമൽ ഗുഡ് അല്ല. സോ നോർമൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡെയിലി നോർമൽ ലൈഫിൽ വേണ്ടത്. ഇൻഫീരിയർ ഗുഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലോ ക്വാളിറ്റി ഗുഡ്സ് ഫോർ ഡെയിലി യൂസ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ലോ ക്വാളിറ്റി, അതായത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടെ ഇൻഫീരിയർ ഗുഡ്സിനാണ്. സെക്കൻഡ് ഹാൻഡ്സ് ഗുഡ്സ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പേസ്റ്റിന് 50 റുപ്പീസിൻ്റെ പേസ്റ്റും ഉണ്ട്, ഒരു 50 രൂപയുടെ പേസ്റ്റും, ഒരു 15 രൂപയുടെ പേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും 15ൻ്റെ വാങ്ങും. കാരണം എന്താ, അവരെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ലോ ക്വാളിറ്റി ഉള്ള ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക, ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഒന്നിന് പകരം നമ്മൾ വേറെ യൂസ് ചെയ്യാം. ഗുഡ്സ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് സാറ്റിസ്ഫൈ ദ നീഡ്. നീഡ് ഒന്ന് തന്നെയാണ്, ഒരു നീഡ് തന്നെയാണ്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ കോഫി ആൻഡ് ടീ. രാവിലെ കോഫി കുടിക്കുന്നവരുണ്ട്, കോഫിക്ക് പകരം ടീ കുടിക്കുന്നവരുണ്ട്. ബസ് ആൻഡ് ട്രെയിൻ. ബസ്സിലും പോവാം, നിങ്ങൾക്ക് ട്രെയിനിലും പോവാം. ഷൂസ് ആൻഡ് സ്ലിപ്പർ. ചിലർക്ക് സ്ലിപ്പർ ഇടാം, അല്ലെങ്കിൽ ഷൂസ് ഇടാം, അല്ലേ? അതാണ് ഒന്നിന് പകരം. നീഡ് ഒന്ന് തന്നെയാണ്, കാലിൽ മുള്ളില്ലാതെ നമുക്ക് നടക്കാൻ പറ്റിയാൽ മതി. ചെരുപ്പ് ഇടാം, ഷൂ ഇടാം, അല്ലേ? അതേപോലെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി നമ്മൾ മോർണിംഗിലായാലും ഒരു ഹെഡേക്ക് ഒക്കെ മാറാൻ വേണ്ടി ഒരു ചായ കുടിക്കുന്നവരുണ്ട്, കോഫി കുടിക്കുന്നവരുണ്ട്. നീഡ് ഒന്ന് തന്നെയാണ്. ദെൻ നമുക്കിപ്പോൾ ഒരു തൃശ്ശൂർ വരെയോ അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം, കോഴിക്കോട് വരെയൊക്കെ പോകണമെങ്കിൽ ബസ്സിലും പോവാം, ട്രെയിനിലും പോവാം. നീഡൊന്നു തന്നെയാണ്, യാത്ര തന്നെയാണ് രണ്ടും, അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഒന്നിന് പകരം നമ്മൾ വേറെ ഒന്ന് യൂസ് ചെയ്യാം. ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയാം. ദീസ് ഗുഡ്സ് ആർ യൂസ് ടുഗെദർ ടു സാറ്റിസ്ഫൈ നീഡ്, അല്ലേ? നമ്മൾ ഒരുമിച്ച് നമുക്കൊരു നീഡ് ഉണ്ട്, അത് പെൻ ആൻഡ് ഇങ്ക്, കാർ ആൻഡ് പെട്രോൾ, അല്ലേ? ഇപ്പോൾ കാറ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ, പെട്രോൾ വെച്ചാലല്ലേ വണ്ടി നീങ്ങും. പെന്നുണ്ട്, പക്ഷെ ഇങ്കില്ല, ഇങ്ക് വേണ്ടേ? അതുപോലെ ഒന്നിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസപ്ഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്റ്റ് ടു പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്ക് ഇനി വേറൊരു പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്ലോത്ത്, ബാഗ്, സ്ലിപ്പറൊക്കെ നമുക്ക് ഡയറക്റ്റ് യൂസാണ്, ഫൈനൽ യൂസാണ്, ഫൈനൽ കൺസംഷൻ ആണ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇനിയൊരു പ്രോസസ്സ് ഉണ്ട്, വേറൊരു ഗുഡ്സ് യൂസ് ചെയ്യാൻ നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്. ദീസ് ആർ യൂസ്ഡ് ടു ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ. ഇപ്പോൾ കോട്ടൺ ത്രെഡ്, സിമെൻറ്റ്, ബ്രിക്സ്, ഇതൊക്കെ നമ്മൾ വേറെ പ്രോസസ്സിലൂടെ നടത്തിയാലാണ് അത് ഫൈനൽ ഗുഡ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ അത് ആ രീതിയിൽ പോയി. അതുപോലെ ഈ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടല്ലോ, ആട്ട, അതൊക്കെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആണ്. കാരണം നമ്മൾ അതൊന്നും കൂടി വേറെ രീതിയിൽ പ്രോസസ്സിലേക്ക് കടന്ന് വേവിച്ചാലേ നമുക്കത് ഫൈനൽ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ആണ് കൺസംഷൻ ഗുഡ്സ്. കൺസംഷൻ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ആർ നോട്ട് സബ്ജക്റ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ഡയറക്ട്ലി. കൺസ്യൂമർ ഡയറക്ട്ലി യൂസ് ചെയ്യുന്ന ഗുഡ്സുകളാണ് കൺസംഷൻ ഗുഡ്സ്. TV, സ്കൂട്ടർ, കാർ, നമ്മളിപ്പോൾ ദ ഫൈനൽ ഗുഡ്സ് ഒക്കെ പറഞ്ഞതുപോലെ. പക്ഷേ ഇതിൽ ഫൈനൽ ഗുഡ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പൗഡറുകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഗോതമ്പ്, അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നമുക്കിതിൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൺസ്യൂമർ വാങ്ങുന്നത് അങ്ങനെയാണ്, ഡയറക്റ്റ്ലി കൺസ്യൂമർ വാങ്ങുന്നതാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ് അഗെയിൻ ഫോർ പ്രൊഡക്ഷൻ. നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ടാക്കിയത് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിൽഡിങ്ങും മിഷനറി ക്യാപിറ്റൽ ഗുഡാണ്. ആ മിഷനറി നമ്മൾ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേറൊരു സാധനം അതിൽ കൂടെ ഉണ്ടാക്കാൻ. സോ ക്യാപിറ്റൽ ഗുഡ്സ് അത് ഒന്നുകൂടി വാല്യൂ കൂടുതലുള്ളതായിരിക്കും, ലോങ് ടേം ആയിരിക്കും, വാല്യൂ നല്ല കൂടുതലായിരിക്കും. ദെൻ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഫോർ കോമൺ യൂസ്, നോൺ റിവലറി, നോൺ എക്സ്ക്ലൂഡബിൾ.
പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാൾക്കും ഉപേക്ഷിക്കാൻ പോലും പറ്റാത്ത കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന മത്സരബുദ്ധി ഒന്നും ഇല്ലാത്തതായ സാധനങ്ങൾ. ഇപ്പോൾ റോഡ്, ഡിഫൻസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമുക്ക് മത്സരിച്ചിട്ട് ഇത് എൻ്റെ റോഡാന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും അത് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പബ്ലിക് ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ പ്രൈവറ്റ് ഗുഡ്സ്. പ്രൈവറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റുന്ന ഓൺ പ്രൈവറ്റ് യൂസ് ഇൻഡിവിജ്വൽസ് അവരുടെ ഇഷ്ടത്തിന് വാങ്ങുന്ന ഗുഡ്സുകളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. മറ്റുള്ളവർ വാങ്ങി വിചാരിച്ചിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. മത്സരബുദ്ധി ഉള്ളതാണ്. അതായത് അപ്പുറത്തെ ഒരാളാണെന്ന് വാങ്ങിയാൽ നമുക്കത് വാങ്ങാൻ തോന്നും. സോ ആ സെൻസിൽ ഇത് ഒരു പ്രൈവറ്റ് ഗുഡാണ്. അതിൻ്റെ എക്സാമ്പിൾ ആർട്ടിക്കിൾസും ക്ലോത്ത്സും ഒക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും കണ്ട ഗുഡ്സുകൾ നമുക്ക് എക്കണോമിക്സിലുണ്ടോ? യെസ്, ഇത്രയും ഗുഡ്സുകൾ നിങ്ങൾക്കുണ്ട്. ഇനി വലിയാണ്ട് ഗുഡ്സുകളൊന്നും നോക്കിയിട്ടില്ല. കാരണം മൈക്രോയിലും മാക്രോയിലും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ഗുഡ്സും കോംപ്ലിമെൻ്ററി, ഇൻ്റർമീഡിയറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാ ഗുഡ്സും ഇതിലുണ്ട്. നമുക്ക് എക്സാമിന് 3 മാർക്കിനൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ. 3 മാർക്കിന് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എക്സാമ്പിൾ, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എക്സാമ്പിൾ, ഇൻഫീരിയർ ഗുഡ്സ് എക്സാമ്പിൾ, നോർമൽ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്, പ്രൈവറ്റ്, പബ്ലിക് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് എഴുതാൻ കിട്ടണം. പഠിക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് പഠിക്കുക. ഒരു 5 മിനിറ്റിൻ്റെ കേസല്ലേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റിൻ്റെ കേസിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ 3 മാർക്കും 5 മാർക്കും 6 മാർക്കും ഒക്കെ എടുത്തൂടെ? കേട്ടത് വെച്ചിട്ട് പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ എവ്രി വൺ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.